തൃശൂർ പൂരം കലക്കുകയും കലക്കിക്കുകയും ചെയ്തതാണെന്നോ അതൊരു രാഷ്ട്രീയ ദുരുദ്ദേശത്തോടുകൂടി ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ വളരെ വിശാലമായ ഗൂഢാലോചന നടത്തി. ആ പൂരം കലക്കി ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ലോകസഭാ സീറ്റ് വാങ്ങിക്കൊടുക്കുന്ന ഒരു ഗൂഢാലോചന അതിന്റെ പിന്നിൽ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ പരാതി നൽകിയത്. പരാതി അന്വേഷിക്കാനുണ്ടാക്കിയ SIT 30 ദിവസത്തിനുള്ളിൽ സർക്കാരിന് അന്വേഷിച്ച് ഈ വിഷയങ്ങൾ കണ്ടെത്തി താൽക്കാലികം പ്രൈമാ ഫേഷ്യയുള്ള ഒരു റിപ്പോർട്ട് നൽകും, അതിനുശേഷം നടപടി എന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത്. കക്ഷിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും ആ തീരുമാനത്തിൽ നിന്ന് മാറാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറായില്ല. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്ന ന്യായം 30 ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് വരും, അത് വരട്ടെ, അത് പരിശോധിക്കട്ടെ, അത് പഠിക്കട്ടെ, എന്നിട്ട് തീരുമാനം. ഇന്ന് 32ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ 1 മണിക്കൂറിൽ അതിന്റെ മുകളിൽ എന്തെങ്കിലും തീരുമാനമെടുത്തോ എന്ന് എനിക്കറിയില്ല. പത്രക്കാർക്ക് വല്ല വിവരമുണ്ടോ? വല്ല നടപടി ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും 3.5 കോടി ജനങ്ങൾക്കും അവസാനമായി നൽകിയ വളരെ വാശി പിടിച്ച തീരുമാനമായിരുന്നു 30 ദിവസം കഴിയട്ടെ, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. ഇന്ത്യ 32 ദിവസമായി. 30ാമത്തെ ദിവസം തന്നെ DGPയുടെ നേതൃത്വത്തിൽ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു. ആദ്യം കൊടുത്തത് പൂരം സംബന്ധിച്ച റിപ്പോർട്ടാണ്. എന്താ റിപ്പോർട്ടിൽ പറഞ്ഞത്? ADGP അജിത് കുമാറിന് പൂരം കലക്കലുമായി ബന്ധപ്പെട്ടിട്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. അങ്ങനെ റിപ്പോർട്ട് കിട്ടിയാൽ ഒരു ഗവൺമെന്റ് എന്ത് ചെയ്യും? ആ നിമിഷം ആ വ്യക്തിയെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തും, അല്ലേ?